മറ്റൊരു പ്രധാനപ്പെട്ട വിവരം വരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനന്തൻ, എപ്പോഴായിരുന്നു ചോദ്യം ചെയ്തത്? പൂജ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് മറ്റൊരു നിർണായകമായ വിവരം കൂടി പുറത്തു വരികയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ SIT കടകംപള്ളിയിൽ നിന്ന് മൊഴിയെടുത്തു എന്നുള്ള വിവരമാണ് ഇപ്പോൾ വരുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച കടകംപള്ളിയെ നേരിട്ട് കണ്ട് മൊഴിയെടുത്തു എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കടകംപള്ളിയുടെ പേരും പറഞ്ഞു കേട്ടിരുന്നു. മാത്രമല്ല അതിൽ പ്രധാനമായും A. പത്മകുമാറിൻ്റെ മൊഴിയാണ് കടകംപള്ളിയിലേക്ക് വിരൽ ചൂണ്ടി നിന്നിരുന്നത്. അപ്പോൾ കടകംപള്ളിയിൽ നിന്ന് ആ മൊഴി എടുക്കും എന്നുള്ള വിവരം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ നേരത്തെ ചില ആരോപണങ്ങൾ ഉയർന്നതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ നീണ്ടുപോവുകയായിരുന്നു എന്നുള്ളൊരു ആരോപണം ഉണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് ശേഷം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി SIT കാത്തുനിന്നു എന്നുള്ളൊരു ആക്ഷേപം സാധൂകരിക്കുന്നതാണ്. ഏതായാലും പത്മകുമാറിൻ്റെ മൊഴിയിലായിരുന്നു കടകംപള്ളിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ഉണ്ടായിരുന്നത്. ഈ തന്നേക്കാൾ മുൻപേ ഈ കേസിലെ പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കടകംപള്ളിക്ക് പരിചയമുണ്ടായിരുന്നു. മാത്രമല്ല അവർ തമ്മിൽ അടുത്ത സൗഹൃദമുണ്ട് എന്നുമായിരുന്നു പത്മകുമാർ മൊഴി നൽകിയിരുന്നത്. അതിനൊപ്പം തന്നെ ചില വാർത്തകളും പുറത്തു വന്നിരുന്നു. അതായത് കടകംപള്ളിയുടെ റെക്കമെൻഡേഷൻ കൂടി ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ വേണ്ടി ദേവസ്വം ബോർഡിന് മുന്നിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ള ചില സ്ഥിരീകരിക്കാത്ത വാർത്തകളും പുറത്തു വന്നിരുന്നു. ഏതായാലും പത്മകുമാറിൻ്റെ മൊഴിയിൽ കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നേരത്തെ തന്നെ മുൻകാല ബന്ധമുണ്ടായിരുന്നു. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പത്മകുമാറൊക്കെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ കടകംപള്ളിയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന തരത്തിലായിരുന്നു മൊഴി നൽകിയത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഒരു പക്ഷേ ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാകും, അതിലെ ക്ലാരിഫിക്കേഷന് വേണ്ടിയാകും കടകംപള്ളിയെ കൂടി ചോദ്യം ചെയ്തിരിക്കുന്നത്. ഏതായാലും കടകംപള്ളി സുരേന്ദ്രൻ്റെ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എന്ത് ലിങ്കാണ് ഉള്ളത് എന്നുള്ളത് സംബന്ധിച്ച് ഇനി SIT ആണ് വ്യക്തമാക്കേണ്ടത്. അത് സംബന്ധിച്ച് കോടതിയിൽ കൃത്യമായ വിവരം നൽകുകയും ചെയ്യും. ഏതായാലും മൊഴിയെടുത്തതല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് SIT പോയിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ ഈ മോഷണത്തിൽ മുൻ മന്ത്രിക്ക് പങ്കുണ്ടോ എന്ന തരത്തിൽ അത്തരം വിവരങ്ങളുള്ളതായിട്ടോ ഒന്നും വിവരങ്ങൾ പുറത്ത് വന്നിട്ടില്ല ഇതുവരെ. പക്ഷേ നേരത്തെ തന്നെ കടകംപള്ളിക്കെതിരായ ചില മൊഴികൾ പത്മകുമാറിൻ്റെ അടക്കം ഉണ്ടായിരുന്നു. ആ മൊഴികളുടെ അടിസ്ഥാനത്തിലുള്ള ക്ലാരിഫിക്കേഷന്റെ ഭാഗമായി കടകംപള്ളിയെ ചോദ്യം ചെയ്തു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ ക്ലാരിറ്റി വരുത്താനാണ് എങ്കിൽ പറയുമ്പോഴും നിസ്സാരമായിട്ട് ഒരിക്കലും കാണാൻ പറ്റത്തില്ല ഈ ചോദ്യം ചെയ്യൽ എന്നുള്ളത്, അല്ലേ അനന്തൻ? കാരണം രാഷ്ട്രീയപരമായിട്ട് തന്നെ വലിയ വാദങ്ങൾ ഉയർന്നത്. അല്പസമയം മുമ്പ് പത്മകുമാറിന്റെ മുന്നിലേക്ക് വന്ന മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ പോലും ഈ ഒരു പേരുണ്ടായിരുന്നു. പ്രതിപക്ഷം ഫോട്ടോ ഉൾപ്പെടെ മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ തോതിൽ കാര്യങ്ങളൊക്കെ മുന്നിലേക്ക് പറയുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ചോദ്യം ചെയ്യൽ കൂടി വരുന്നത്. തീർച്ചയായിട്ടും ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു മൊഴിയെടുപ്പാണ് എന്നുള്ളതാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രനെതിരെ ചില മൊഴികൾ നേരത്തെ തന്നെ പത്മകുമാറിന്റെ ഭാഗത്തു നിന്ന് അടക്കം വന്നിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ SIT ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കടകംപള്ളിയുടെ മൊഴി എടുക്കും എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് കുറച്ച് ഒരാൾക്കെതിരെ സ്വാഭാവികമായിട്ടും മൊഴി വരുമ്പോൾ ആ ആളെ കണ്ടു ചോദിക്കുക എന്നുള്ളത് അന്വേഷണത്തിന്റെ രീതിയാണ്. അപ്പോൾ ആ രീതിയിലുള്ള മൊഴിയെടുപ്പാണ് നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ മറ്റു നടപടികളിലേക്ക് SITക്ക് കടക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി എടുക്കുക എന്നുള്ളത് നേരത്തെ തന്നെ SIT തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അത് വൈകാനുള്ള കാരണം നേരത്തെ ഉയർന്ന ആ രാഷ്ട്രീയ ആരോപണം പോലെ തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയാൻ വേണ്ടി കാത്തുനിന്നു എന്നുള്ള ഒരു കാര്യമാണ്. അത് സാധൂകരിക്കുന്നതാണ് SITയുടെ ഈ നടപടി. കാരണം ശനിയാഴ്ചയാണ് ഈ മൊഴിയെടുപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടകംപള്ളി സുരേന്ദ്രനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ നേരത്തെ തന്നെ സൗഹൃദമുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു പത്മകുമാറിൽ നിന്ന് ലഭിച്ച മൊഴി. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ഇനി മറ്റെന്തെങ്കിലും മൊഴി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. അപ്പോൾ ആ മൊഴിയുടെ സാധൂകരണത്തിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ മൊഴിയെടുപ്പ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പോൾ